കരയേണ്ടത് കരയണം. നീ വരുന്നില്ല. ഓം നമഃ ശിവായ. ഈ ഓജോ ബോർഡിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മാവ് നളിനിയുടെ മരിച്ചുപോയ ഭർത്താവിൻ്റെതാണെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. എന്റെ ചോദ്യം നളിനിയുടെ ഭർത്താവിന്റെ മരണം ആത്മഹത്യയായിരുന്നു എന്നാണ്. അല്ല, കമ്പനി ആവശ്യത്തിന് പോയ ആള് ലോഡ്ജ് മുറിയിൽ വിഷം കഴിച്ച് മരിച്ചു എന്ന് എല്ലാരും പറയണേ. സ്വയം വിഷം കഴിച്ച് മരിച്ചതല്ലെങ്കിൽ പിന്നെ ആരാ വിഷം തന്നത്? പറയൂ, നളിനിക്കത് അറിയണം. കൂട്ടുകാരനോ അതോ സ്വന്തം കുടുംബത്തിലുള്ളവരോ? പറയൂ. ഞങ്ങൾ രണ്ടുപേരും അല്ലാതെ മറ്റാരും ഇതറിയില്ല. ഇല്ല, ഇപ്പോഴാ രഹസ്യം നമ്മളോട് പറയാൻ ആത്മാവിന് ഇഷ്ടമല്ല. കാരണം അന്യരുടെ സാന്നിധ്യം ആത്മാവ് അറിയുന്നു. ഏയ്, ചായ 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 റെഡി, ചായ റെഡി. എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കുന്നു. ആരെയും കാണാതെ ഇങ്ങനെ. ഒരു ഐഡിയ, നമുക്ക് ഈ തമ്പുരാട്ടിയുടെ റൂമിൽ പോയിരുന്ന് ഓജോ കളിച്ചാലോ? ഓക്കെ, ഓജോ എങ്കിൽ ഓജോ. ഈ സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? അവിടെ രണ്ടിടത്ത് എന്റെ കസിൻസ് ഉണ്ട് കേട്ടോ. അരൂപിയായ ആത്മാവിനെ നമുക്ക് വിളിച്ചു വരുത്താൻ ശ്രമിക്കാം. നമ്മുടെ വിളി കേട്ട് അവര് വന്ന അവരോട് നമുക്ക് നമ്മുടെ ഭാവി ചോദിക്കാല്ലേ? ബെസ്റ്റ്. നിന്റെ ഭാവി അറിയാൻ ആത്മാവിനെ വിളിച്ചു വരുത്തേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറയാലോ, പാഴായിപ്പോയി മോളെ, പാഴായിപ്പോയി. അവളെ പുകഴ്ത്തല്ലേ മീനാക്ഷി. ഈ ഓജോ ട്രൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. ആത്മാവിനെ ആവാഹിച്ചു കഴിഞ്ഞാൽ കോയിൻ അനങ്ങാൻ തുടങ്ങും. പിന്നെ നമ്മുടെ ചോദ്യത്തിന് ശബ്ദരൂപത്തിലല്ല ആത്മാവ് മറുപടി നൽകുക. അപ്പൊ ഈ പ്രേതങ്ങൾ സംസാരിക്കുന്നതോ? ഈ ഹൊറർ ഫിലിംസിലൊക്കെ കണ്ടിട്ടില്ലേ? വെള്ള സാരിയൊക്കെ കൊടുത്ത് ബോർഡിലുള്ള കളത്തിലെ ഓരോ അക്ഷരത്തിലേക്കും കോയിൻ അനങ്ങും. ഈ അക്ഷരങ്ങൾ കൂട്ടി വായിച്ചാൽ ആത്മാവ് പറഞ്ഞ് മറുപടിയായി. മനസ്സിലായോ? മനസ്സിലായി എന്റെ ടീച്ചറേ. വെരി ഗുഡ്, മനസ്സിലായി. എന്നെ കൂടി വാ, നടക്കടി വാ. തമ്പുരാട്ടി ഇല്ലാത്ത നേരത്തെ ഇതൊക്കെ സാധിക്കുള്ളൂ. ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടിയില്ലെങ്കിലോ? ലക്ഷ്യോ പ്രേതോ മറ്റോ വരുമോ? ആലത്തൂർ നമ്പിമാരുടെ തറവാട്ടിൽ ജനിച്ചവളാ ഞാൻ. അഷ്ടദിക് പാലകന്മാരെ ആവാഹിച്ചിരുത്തിയ മുത്തശ്ശിയുടെ ധൈര്യം എനിക്ക്. വായിരിക്കും. മീനാക്ഷി, നമുക്ക് ഈ കളി വേണ്ട മീനാക്ഷി. നിനക്ക് എന്തറിയാം? ഇത് പുതിയ കളിയൊന്നും അല്ല. പണ്ട് തറവാട്ടിൽ എൻ്റെ മുത്തശ്ശി ഈ ചായക്കോപ്പയൊക്കെ വെച്ച് കളിക്കാറുള്ള പ്ലാഞ്ചറ്റ് ഇതൊക്കെ ഒന്ന് തന്നെയാ. എവിടെയോ ജനിച്ച് എവിടെയോ മരിച്ച ഒരു ആത്മാവ് അപരിചിതമായ ഒരു വിരൽ തുമ്പിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് രസാ. ഇതാ, ഇനി ഒരു ആത്മാവിനെ മനസ്സിൽ വിചാരിച്ച് ഈ കോയിനൊന്ന് അവിടെ വെച്ച്. ഞാനോ? എനിക്ക് പേടിയാ. നിനക്ക് വലിയ ധൈര്യല്ലേ? നീ വെക്ക്. വേണ്ട, എനിക്ക് ഒരാത്മാവിനോട് സംസാരിക്കാനില്ല. വേണ്ട മീനാക്ഷി, നമുക്ക് പോവാം. ഇതൊക്കെ ഒടുവിൽ വലിയ പ്രശ്നമാവും. ഇനി ഞാൻ പറയുന്നത് രണ്ടാളും ഏറ്റു പറയണം. ഓക്കെ? ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. നമ്മൾ ഒറ്റക്കെട്ടല്ലേ? അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ നമ്മൾ ഒരുമിച്ച് നേരിടണം. അങ്ങനെയല്ലേ? പറയടാ പ്ലീസ്. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. Good spirit, please come.
Good spirit, please come. ഈ ക്യാൻഡിൽ കെട്ടു. ബുദ്ധൂസേ, ഇത് പ്രേതല്ല, കാറ്റാ. ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, ഇത് ഫ്രോഡ് നമ്പറുകളാ, ആളുകളെ പറ്റിക്കാൻ. അല്ല, ഏതോ ഒരു ആത്മാവ് വരാൻ ഒരുങ്ങിയതാ. എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇത് move ചെയ്യുന്നു. നോക്ക്. കളഞ്ഞു രണ്ടാളും കൂടി. ഒരു പാവ ആത്മാവാണെന്ന് തോന്നുന്നു വന്നത്. ഒന്ന് ചോദിക്കാൻ പോലും പറ്റിയില്ല ആരാന്ന്. ആണാണോ പെണ്ണാണോ, എവിടെയാ നാട്, എങ്ങനെയാ മരിച്ചത് ഒക്കെ ചോദിക്കായിരുന്നില്ലേ? എങ്ങനാ രണ്ടാളും കൂടി നശിപ്പിച്ചില്ലേ? അല്ല, നീ എന്തിനാ ഇങ്ങനെ പേടിച്ചോടിയേ? ഗുഡ് സ്പിരിറ്റ് ഒരിക്കലും ഉപദ്രവിക്കില്ല. ഇല്ല, പിടിച്ച് കിസ് ചെയ്യും. വന്നതൊരു പൂവാലന്റെ ആത്മാവല്ലേ? 3 പെൺകുട്ടികളെ വിളിച്ചപ്പോ ഓടി വന്നിരിക്കുക. എന്റെ മീനാക്ഷി, കുറച്ചു കാലം കൂടി എനിക്ക് ഈ ഭൂമി ജീവിച്ചാ കൊള്ളാവുന്നുണ്ട്. ഇതെന്താ വീടോ അത് യക്ഷിയമ്പലോ? മീനാക്ഷി, എനിക്ക് പേടിയാവുന്നു. എന്താ ഈ പറയുന്നത്? കാളി ഗായത്രി, യക്ഷി അടുത്ത് വരില്ല. ആരോട് ചോദിച്ചിട്ടാ മുറി കയറിയത്? വെറുതെ ഇരിക്കുമ്പോ കളിക്കാനുള്ള ലോജോ ബോർഡ്. സോറി. അപകടം എവിടെ ഇരിക്കുന്നുവോ അവിടെ തല കൊണ്ടില്ലെന്ന പ്രായമാണ്. എനിക്കത് മനസ്സിലാവും. പക്ഷേ അവിടെ കണ്ടതെല്ലാം മറന്നേക്കൂ. അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. തമ്പുരാട്ടി, എനിക്കും സിമിക്കും ഒന്ന് പുറത്തു പോണായിരുന്നു.
നമ്മളല്ലേ നമ്മളായി കിട്ടൂടാ. വേഗം വാ. ഓട്ടോ, കാക്കനാട് പോണം. വേഗം വേഗം